ടിവിയെ കില്ലുവ ഗോഡാണ് ഇപ്പൊ ടോപ്പ് റാങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നു. കോച്ച് 5 കില്ല് ഫിനിഷ് ചെയ്തത്. അവിടെ ഇറ്റാച്ചി ടോക്കിയോടെ അടുത്ത നോക്കിടുന്നു. ആൻഡ് MRC സ്പീഡോയെ കില്ലുവ ഗോഡ് അവിടെ അടിച്ച് നോക്കാക്കുന്നു. 14K ഡോർ അവിടെ മാഫിയ CID നോക്കാക്കുന്നു. ടോക്കിയോ വേഴ്സസ് CID ആൻഡ് TVA സെക്യൂർഡ്. 14 കിൽസ് ആണ് TVAയുടെ സൈഡിൽ നിന്ന് സെക്യൂർ ചെയ്ത് വെച്ചിരിക്കുന്നത്. TVA again secured one more kill and 15 kills. ഡെഞ്ചർ സ്റ്റീവ് അവിടെ ടോക്കിയോ ഇറ്റ്സ് മീ ആശാനെ ഫിനിഷ് ചെയ്ത് 15 കില്ലോട് കൂടി ഡോമിനേറ്റ് ചെയ്ത് കളിക്കുന്നു ഫസ്റ്റ് മാച്ച്. ടീം അറബിക്ക് വേണ്ടി നന്ദു അവിടെ KVL ടീമിനെ നോക്കി ഒരു നല്ലൊരു സ്നൈപ്പർ ഷോട്ടിൽ നോക്കാക്കിയേക്കുന്നു. ആൻഡ് ടീം അറബിയിലെ ഷെയ്ഖിനെ അവിടെ കില്ലുവ ഗോഡ് അടിച്ച് നോക്കാക്കുന്നു. ഷെയ്ഖിനെ കില്ലുവ ഗോഡ് 1 HP നിൽക്കുകയാണ്. ഷെയ്ഖ് മിക്കവാറും ഷെയ്ഖിനെ കില്ലുവ ഗോഡ് അവിടെ ഫിനിഷ് ആക്കുന്നു. ഒന്നും ചെയ്യാൻ പറ്റില്ല, റിവൈവ് പോലും ചെയ്യാൻ പറ്റില്ല. 16 കിൽസ് ആയിട്ട് TVA. MRC ഷെയ്ഖിനെ അവിടെ ഫിനിഷ് ഓഫ് ചെയ്തു. MRC ഇനി 3 പ്ലേയേഴ്സ് മാത്രം ബാക്കിയുള്ളൂ. MRCയുടെ സെക്കൻഡ് സ്ക്വാഡിൽ 3 പ്ലേയേഴ്സ് മാത്രം. 16 കില്ലായിട്ട് 7 ടീമും 21 പേരും. 14K ഇപ്പോഴും ഇവിടെ 2 പ്ലേയേഴ്സ് ആയിട്ട് നിൽക്കുന്നു. 1 കില്ല് സെക്യൂർ ചെയ്തിട്ടുണ്ട്. MRC അങ്ങോട്ടേക്ക് പുഷ് ചെയ്ത് വരുന്നു. 14K എടുത്തോണ്ട് MRCയുടെ മെയിൻ ലൈനപ്പ് അവിടെ 14K എലിമിനേറ്റ് ചെയ്ത് കളയുന്നു. പക്ഷെ MRCക്ക് തിരിച്ചടി മേടിക്കുന്നു. ഇറ്റാച്ചി അവിടെ MRC മെയിൻ പ്ലെയർ ആയിട്ടുള്ള RP മാക്സ് പീസ് ഔട്ടിനെ നോക്കാക്കുന്നു. MRC വിത്ത് 5 കിൽസ്. 3 പേരെ ഉള്ളെങ്കിൽ പോലും അവർ നല്ല രീതിയിൽ 5 കില്ലെടുത്ത് നല്ല രീതിയിൽ ഈ പൊസിഷൻ വരെ എത്തിയിട്ടുണ്ട്. അവിടെ ഒരു നോക്കും കൂടി ഇടുന്നു. കില്ലുവ ഗോഡ് TVA വേഴ്സസ് MRC. കില്ലുവ ഗോഡ് അവിടെ ഒരു പിക്കും കൂടി എടുക്കുന്നു. 7 കില്ലായിട്ട് കോച്ച് ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് എന്താണെന്ന് കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്ന ഒരു പെർഫോമൻസ് തന്നെ കോച്ചിന്റെ സൈഡിൽ നിന്ന് പറയാതിരിക്കാൻ വയ്യ. ഡീമൻ നോക്കി അവിടെ MRCയുടെ ഒരു പ്ലെയറിനെയും കൂടെ നോക്കാക്കുന്നുണ്ട്. ഉള്ള കാര്യമൊക്കില്ല. 5 ടീമും 13 പ്ലേയേഴ്സും മാത്രം ബാക്കി. 5 ടീമും 13 പ്ലേയേഴ്സും. ആൻഡ് ടീം അറബി നോക്കുകയാണെങ്കിൽ 3 കില്ല് എടുത്തിട്ടുണ്ട്. അവര് 3 പ്ലേയേഴ്സ് എലൈവാണ്. ടോട്ടൽ 5 ടീംസും 13 പേരും എലൈവ് ഈ സർക്കിളിൽ. KVAക്ക് 2 പേര് മാത്രമേ ബാക്കിയുള്ളൂ. പക്ഷെ ഹിറ്റ്മാനെ രക്ഷിക്കാൻ പറ്റില്ല. KVAയിൽ ഒരാൾ മാത്രം ബാക്കി. KVAയിലെ ലെഗസി മാത്രമാണ് ഇപ്പം ബാക്കിയുള്ളത്. ബാക്കി എല്ലാ പ്ലേയേഴ്സും ഓൾറെഡി അവർക്ക് നഷ്ടമായി കഴിഞ്ഞു. ആൻഡ് നോക്കുകയാണെങ്കിൽ MRCയുടെ 2 ലൈനപ്പ് വേഴ്സസ് TVA വേഴ്സസ് KVA. ആൻഡ് ഒരു ടീമും കൂടെ ബാക്കിയുണ്ട്. ആൻഡ് മാൻ അഡ്വാൻറ്റേജ് നോക്കുകയാണെങ്കിൽ TVAക്ക് തന്നെയാണ് മാൻ അഡ്വാൻറ്റേജ് കൂടുതലുള്ളത്. 4 പ്ലേയേഴ്സും TVAക്ക് തന്നെയാണുള്ളത്. TVAയിലെ 4 പ്ലേയേഴ്സും അതുപോലെ തന്നെ ടീം അറബിക്ക് വേണ്ടി 1 പ്ലേയേഴ്സും MRCക്ക് വേണ്ടി 3 പ്ലേയേഴ്സും ടോക്കിയോക്ക് വേണ്ടി 1 പ്ലെയറുമാണ്. ഇവിടെ മാസ് സ്പ്രേ ഗോഡ് വൈറ്റിയുടെ കയ്യിൽ ഒരു AW ഉണ്ട്. AW വേഴ്സസ് കാർ98 ആണ് നിങ്ങൾ കാണാൻ പോണേ. AW കില്ലുവ വൈറ്റി അവിടെ മാസ് സ്പ്രേ ഗോഡ് വൈറ്റി ടീം അറബിക്ക് വേണ്ടി കില്ലുവെ അവിടെ നോക്കിടുന്നു. നല്ലൊരു നോക്ക് ബൈ സ്പ്രേ ഗോഡ് വൈറ്റി. ആൻഡ് കില്ലുവ അവിടെ ഫിനിഷ് ആയി പോകുന്നു. കില്ലുവെ അവിടെ കറക്റ്റ് സമയത്ത്. MRCയിലെ വേറൊരു പ്ലെയർ അവരുടെ രണ്ടാമത്തെ ടീമിലെ പ്ലെയർ ഇതൊക്കെ ഉണ്ട്. ഒരു 3v1 സിറ്റുവേഷനിലേക്ക് എത്തിയിരിക്കുന്നു. അല്ല 3v3 സിറ്റുവേഷനിലേക്ക് എത്തിയിരിക്കുന്നു. MRC വേഴ്സസ് TVA വേഴ്സസ് ടീം അറബി വേഴ്സസ് ടോക്കിയോ. കോമ്പൗണ്ട് ഉണ്ട്. ആൻഡ് MRCക്ക് ഓപ്പൺ ഹോൾഡ് ചെയ്തേ പറ്റത്തുള്ളൂ. ഹരി ദ ബീസ്റ്റ് നല്ലൊരു ടാഗ് കൊടുക്കുന്നു അവിടെ. AW ഇവിടെ BX ബ്രേക്കിന്റെ കയ്യിലും AW ഉണ്ട്. ആൻഡ് 2 സൈഡിൽ അവിടെ തൊട്ട് സൈഡിൽ MRCയുടെ തന്നെ വേറൊരു ടീമുണ്ട്. ഈ ഒരു 2 ടീമിനും. ആൻഡ് TVA അവിടെ ടോക്കിയോയെ എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് നമുക്ക് നോക്കുകയാണെങ്കിൽ സ്റ്റീവും 5 കിൽസ് സെക്യൂർ ചെയ്തിട്ടുണ്ട്. 3 വേഴ്സസ് 1 ലാസ്റ്റ് 3 ടീംസ് ടോപ്പ് 3 ടീംസിലേക്ക് എത്തിയിട്ടുണ്ട്. TVA 3 MRC 3 ആൻഡ് MRCയുടെ സെക്കൻഡ് സ്ക്വാഡിൽ ഒരാൾ മാത്രം ബാക്കി. നല്ലൊരു പൊസിഷനിലേക്കാണ് TVA ആക്ച്വലി ഇപ്പോൾ ഹോൾഡ് ചെയ്തിരിക്കുന്നത്. സോൺ അഡ്വാൻറ്റേജും TVAയുടെ സൈഡിൽ TVAക്കും സോൺ ഉണ്ട്. പക്ഷേ MRCയും സോണിലുണ്ട്. പക്ഷെ അവർക്ക് അടുത്ത സോൺ എങ്ങോട്ട് ഷിഫ്റ്റ് ആവുന്ന ഒരു പിടുത്തവും ഇല്ല. ആൻഡ് ഇവിടെ ടീം അറബി ലാസ്റ്റ് പ്ലെയർ സ്പ്രേ ഗോഡ് വൈറ്റി ഇവിടെ ലാസ്റ്റ് പ്ലെയർ ഹോൾഡ് ചെയ്ത് നിൽക്കുകയാണ്. 2 കിൽസ് സെക്യൂർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ടീമിന് വേണ്ടിയിട്ട്. തൊട്ട് മുകളിൽ വേറൊരു ടീമുണ്ട്. അവിടെ ടീം ഉണ്ടെന്നുള്ള കാര്യം ഓൾറെഡി അറിയാം. പക്ഷേ അവർക്കൊരു ഓപ്പണിൽ തന്നെ ഹോൾഡ് ചെയ്യണം. അവിടെ AWയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ടാഗ് AWന് സ്പീഡോയ്ക്ക് MRC സ്പീഡോയ്ക്ക് നല്ല ടാഗ് കൊടുക്കുന്നു. ഹരി ദ ബീസ്റ്റ്. നമുക്ക് നോക്കാം. ടോപ്പ് 3യിലേക്ക് ഓൾറെഡി വന്നു കഴിഞ്ഞു. ഒരു നോക്ക് എടുക്കാനുള്ള ചാൻസ് അവിടെ കിട്ടിയതില്ലായിരുന്നു. AW ആണ് കയ്യിലിരിക്കുന്നത്. ആൻഡ് 2 പ്ലേയേഴ്സിന്റെ കയ്യിലും അവിടെ ഒരു AW ഒരു കാർണൈറ്റും ഉണ്ട്. ആൻഡ് ഹരി ദ ബീസ്റ്റ് ഇവിടെ നോക്കി നിൽക്കുകയാണ്. AW വെച്ചിട്ട് ഒരു ഇമ്പാക്ട് നോക്ക് ഇടാൻ വേണ്ടി MRCയിലെ പ്ലേയേഴ്സ് അവിടെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് നമുക്ക് ഒരു നോക്കിന് വേണ്ടിയിട്ട് അവിടെ ഒരു സ്നൈപ്പർ ഷോട്ട് അവരുടെ AW ആണ് കയ്യിൽ. ഒരു AW ആണ്. ആൻഡ് മാക്സിമം അത് ഇറ്റാച്ചിക്ക് അറിയാം AW ആണെന്നുള്ള കാര്യം.
വലുതായിട്ട് അങ്ങനെ പീക്ക് ചെയ്ത് നിൽക്കുന്നില്ല. 18 കില്ല് സെക്യൂർ ചെയ്തിട്ട് TVAയും അതുപോലെ തന്നെ 7 കില്ല് സെക്യൂർ ചെയ്ത് MRCയും MRCയുടെ ടീം അറബി ഒരു 4 കില്ല് സെക്യൂർ ചെയ്തിട്ട് അവരും നിപ്പുണ്ട്. TVA ഒരു MRC versus MRC നമുക്ക് കാണാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. സോ അവർക്ക് സോണിലേക്ക് കയറി പോകണം. ഓക്കെ, സ്റ്റീവ് അവിടെ ഒരു നോക്കിടുന്നു. ആൻഡ് അറബി അവിടെ MRCയിലെ വേറൊരു പ്ലെയർ നിൽക്കുന്നു. MRC മെയിൻ ലൈനപ്പിൽ ഒരാൾ മാത്രം ബാക്കിയാണ്. ആൻഡ് അവിടെ MRCയിലെ ഒരു പ്ലെയറിനെ ടീം അറബിയിലെ പ്ലെയർ ഫിനിഷ് ഓഫ് ആക്കുന്നു. ആൻഡ് അതൊരു ഷോട്ട് കൊണ്ടില്ല. RPM അവിടെ നോക്കിയിരിക്കുന്നു. ഒരു ഷോട്ട് കൊള്ളിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നു. സ്പ്രേ ചെയ്യാൻ പോകുന്നു. MRC versus MRC. ഇല്ല, ലെഫ്റ്റിൽ നിന്നും വാടി കിട്ടുന്നു. ആൻഡ് ഇതൊരു ഫൈനൽ ബാറ്റിലോട്ട് എത്തിയിട്ടുണ്ട്. ടീം അറബി വേഴ്സസ് ടീം TVA ഒരു 3v1 സിറ്റുവേഷനിലോട്ട് എത്തിയിട്ടുണ്ട്. TVA ഇന്ന് ഡിന്നർ അടിച്ചുകൊണ്ടാണോ TVയുടെ ലൈനപ്പിന്റെ ഫസ്റ്റ് മാപ്പ് ഇവിടെ തുടങ്ങുന്നതെന്ന് നമുക്ക് നോക്കാം. ആൻഡ് ഒരു 3 vs 1 സിറ്റുവേഷൻ ആണ്. ആൻഡ് അതൊരു ഷോട്ട്, നല്ലൊരു ഷോട്ട് അല്ല, കിടക്കാൻ പറ്റിയില്ല. പക്ഷെ ആ കില്ല് സോണിലാണ് പോയെന്ന് തോന്നുന്നു. And here we go, the winner of the first match, Takudu Adologo with 19 kills and 2966.23 ഡാമേജ്. അതുപോലെ ഏറ്റവും കൂടുതൽ അസിസ്റ്റ് നോക്കുകയാണെങ്കിൽ അതും തക്കടുവാ അതോലോകത്തിന് തന്നെയാണ്.